വേനൽക്കാലം കടുത്തതോടെ നൂല് പോലെ ഒഴുകി കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ സാധാരണക്കാരായ കർഷകരുടെ കാർഷിക വൃത്തിയെ വലിയ തോതിലാണ് ബാധിക്കുക. വിളവൻകോട് നെയ്യാറ്റിൻകര താലൂക്കുകളിലെ ജനജീവിതത്തെ തന്നെ സാരമായി ബാധിക്കും. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടം പക്ഷേ കുറച്ചു കാലമായി ഇങ്ങനെയാണ്. കേരളത്തിന്റെ സ്വന്തം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അതിശയിപ്പിക്കുന്ന ഭംഗിയോട് കിടപിടിച്ചു നിൽക്കുന്ന കന്യാകുമാരി ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന പ്രധാന ഇടങ്ങളിലൊന്നാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. എന്നാൽ കടുത്ത വരൾച്ചയെ അതിജീവിക്കാൻ സാധിക്കാതെയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത്. മലയോരം കരിഞ്ഞുണങ്ങുന്ന കാഴ്ചയാണ് വേനൽക്കാലത്തെ ഏറ്റവും വലിയ വേദനാജനകമായ കാഴ്ച. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് കേരള തമിഴ്നാട് അതിർത്തിയിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന കോതയാർ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതിർത്തി ഗ്രാമങ്ങളിലെ കാർഷിക വൃത്തിയെ സമൃദ്ധമാക്കുന്ന ജലസ്രോതസ് കൂടിയാണ്. ജലവൈദ്യുത പദ്ധതി മുതൽ നിരവധി ശുദ്ധജല പ്രോജക്റ്റുകളും ഈ നദിയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഈ നദി കടന്നുപോകുന്ന തൃപ്പരപ്പിന്റെ അവസ്ഥയാണിത്. ആകാശത്തു നിന്നും ജലം താഴേക്ക് വീഴുന്നത് പോലെ തോന്നിപ്പിക്കുന്ന മനോഹര ദൃശ്യവിരുന്നൊരുക്കുന്ന സമൃദ്ധമായ വെള്ളച്ചാട്ടം ശുഷ്കിച്ച് നൂല് വലുപ്പത്തിലായ കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. വേനൽ ഇനിയും കടുത്താൽ ഇതും ഇല്ലാതെയാകും. ഇക്കാണുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെ ഈ നൂലുപോലൊഴുകുന്ന വെള്ളം കൂടെ ഇല്ലാതായാൽ ബാധിക്കാൻ പോകുന്നത് രണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെയാണ്. കേരളത്തിലെ നെയ്യാറ്റിൻകര താലൂക്കിലും തമിഴ്നാട്ടിലെ വിളവൻകോട് താലൂക്കിലെയും കർഷക തൊഴിലാളികളെയാണ് ഈ വെള്ളച്ചാട്ടം കൂടെ ഇല്ലാതായാൽ വെള്ളത്തിന്റെ ലഭ്യത കുറവ് മൂലം കാർഷിക വൃത്തിയെ ബാധിക്കാൻ പോകുന്നത്. ക്യാമറ പേഴ്സൺ RK കുമാറിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്.